അങ്ങനെ സ്ഥലം വരെ എനിക്കില്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, തമ്പുരാനും അറിയാം. അത് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ രക്ഷയോടൊന്ന് പേടിച്ചിട്ട് ഓരോ സാധനം ഇടുന്നത് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ കാര്യം ചിന്തിക്കുന്നത് എന്നാന്ന് ചോദിച്ചാ, നിങ്ങൾ ഒത്തിരി ചിന്തിക്കരുത്. അവൾ 3 പെൺകുഞ്ഞുങ്ങളെ ഈ വെള്ളക്കുഴി കിടക്കുന്ന അവളൊന്ന് രക്ഷപ്പെട്ടോട്ടെ, നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാനില്ല, അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നൊരു ഇതാണ് സിന്ധു ചേച്ചി മനസ്സിലാക്കേണ്ടത്. ചില മനുഷ്യന്മാർ അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അതായത് ചിലർ നന്നാകാൻ അനുവദിക്കൂല. അതായത് ഞാൻ എന്തായാലും നന്നായിട്ടില്ലല്ലോ, അപ്പോൾ എന്തായാലും മറ്റുള്ളവരെ നന്നാക്കാനും ഞാൻ സമ്മതിക്കൂല എന്നുള്ളതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്കെന്തായാലും കിട്ടൂല, അപ്പോൾ എന്തായാലും അവർക്കും അത് കിട്ടരുത്, അല്ലെങ്കിൽ അവൾക്കും അത് കിട്ടരുത്, അല്ലെങ്കിൽ അവനത് കിട്ടരുത് എന്നുള്ള ചിന്താഗതിയിലാണ് ചില മനുഷ്യന്മാർ. അതെല്ലാവരും ഇല്ല, ചില മനുഷ്യന്മാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് അത്. അങ്ങനത്തെ ഒരു എന്തെന്ന് പറയുക, അവരെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനത്തെ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഉണ്ടാകുന്ന ഒരു ക്രൂരമായിട്ടുള്ളൊരു മനസ്സാണ്. അതിനിപ്പോൾ ഒരാളെ പറഞ്ഞ് നേരാക്കാനോ തച്ച് നേരാക്കാനോ ഒന്നും പറ്റാതെ കുറച്ച് ആൾക്കാരാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ശരിയാകാത്ത കുറച്ച് ആൾക്കാരാണ്. അതിന് എങ്ങനെ വെച്ചാൽ അതൊക്കെ അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോകണം, മരിച്ചു പോയിട്ട് മണ്ണിൻ്റെ അടിയിൽ പോകണം, എന്നാലേ ഉള്ളൂ അങ്ങനെയുള്ളവരൊക്കെ നന്നാവൂല. എങ്കിൽ പോലും നമ്മൾ പറഞ്ഞാലൊന്നും നേരാകൂല ഇങ്ങനത്തെ ആൾക്കാർ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മഴയിൽ മനോരമയിൽ ഒരു ചിരി ഇരുച്ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ നമ്മളെ സുധി MC എന്ന് പറഞ്ഞാൽ നമ്മൾ സുധി ചേച്ചിയൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ചില മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയാണ്. ചില ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ ടെലിവിഷനിലാണെങ്കിലും ഇങ്ങനെ ഓരോ പ്രോഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ സിനിമയിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ ഒരുപാട് ആൾക്കാർ ചിരിപ്പിക്കും. അതായത് കോമഡി പറഞ്ഞിട്ടാണെങ്കിലും പല രീതിയിലാണെങ്കിലും നമ്മളെന്ത് ചെയ്യും, നമ്മളെങ്ങനെ ചിരിപ്പിക്കും. ഈ ചിരിപ്പിക്കുന്ന ആൾക്കാരെ പിന്നാമ്പുറം കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടതയിലാക്കാറ്. കാരണം അവരൊരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ മനസ്സിലൊതുക്കിയിട്ടായിരിക്കും നമ്മളെ മുമ്പ് ഈ കോമാളി എന്നല്ല ഈ കൊമേഡിയനൊക്കെ ആയിട്ട് വരുന്നുണ്ടായി നമ്മളെ ചിരിപ്പിക്കാനായിട്ട്. നമ്മളതങ്ങനെ ചിരിച്ച് ആസ്വദിക്കും. പക്ഷെ അവരെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസത്തിലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സുധിച്ചേച്ചിയൊക്കെ ഇപ്പോൾ ഈ മഴൽ മനോരമയിലൊക്കെ വന്നിട്ട് നമ്മളെ പ്രോഗ്രാമിലൊക്കെ ഒരുപാട് ചിരിപ്പിച്ചൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പ്രോഗ്രാമിലും അല്ലെങ്കിൽ സുധി ചേച്ചിയുടെ ഈ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സുധി ചേച്ചിൻ്റെ ഒരു ചാനലിൽ, യൂട്യൂബ് ചാനലിൽ ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടിരുന്നു സുധി ചേച്ചിൻ്റെ വീടും സ്വന്തമായിട്ട് വീടൊന്നുമില്ല, പക്ഷേ ആ ഒരു നിൽക്കണ വീടും പരിസരമൊക്കെ ആയിട്ട് നമുക്കത് ഹോം ടൂറായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ സുധി ചേച്ചിൻ്റെ ആ വീഡിയോനെ കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് കണ്ടു നോക്കാം. വെള്ളം കിടക്കാണ് കേട്ടോ. നമ്മുടെ മുറ്റമാണ്, ആരും തെറ്റിദ്ധരിച്ചൊന്നും കളഞ്ഞേക്കരുത്. ഇത് നമ്മുടെ മുറ്റമാണ്. ചിലരൊക്കെ ഇത് തോടാ മഴയൊക്കെ ആയിരിക്കും എന്ന്. ഇവിടെ സമയം കളയണ്ട, നമുക്ക് അകത്തോട്ട് പോകാം, പെരയൊക്കെ കാണണ്ടേ. ഇതുപോലെ വെള്ളമായിരിക്കും എപ്പോഴും, അതുകൊണ്ടോ ഇതുപോലെ വെള്ളമായിരിക്കും ഫുൾ ടൈം ഇവിടെ. ഒരു സമയം പോലും നമുക്ക് വെള്ളമില്ലാത്ത സമയം ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. എല്ലാവർക്കും തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വെള്ളം, നമുക്ക് അങ്ങനെയല്ല, ഫുൾ ടൈം ഇവിടെ വെള്ളമാണ് കേട്ടോ. പക്ഷെ എൻ്റെ അഹങ്കാരം ഞങ്ങൾക്കില്ല കേട്ടോ. ഇത് നമ്മള് തറയാണ് കേട്ടോ, തറയായിരുന്നു, സിമെന്റ് തറയായിരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം കയറുന്ന സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ഈർപ്പനായിരിക്കും, ഒന്നും രക്ഷ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ബെഡ്റൂം കാണാം, ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുവാൻ ഇങ്ങോട്ട് വാങ്ങി. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി പോയതിൽ എനിക്ക് കിട്ടിയ ആദരവാണിത്. എനിക്ക് ആദ്യം കിട്ടിയ ആദരവാണ് കേട്ടോ. ഇത് ഉള്ള ഒരു കിച്ചന് വേണ്ടത് അടുക്കളയാണ്. ഇതാണ് നമ്മുടെ അടുക്കള. ഒരാള് ഞാൻ മാത്രം മതിയല്ലോ, ഞാൻ ഒരാളെ ഇത് വേവിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞങ്ങളെ സാമ്രാജ്യമാണ് കേട്ടോ ഇത്. പിന്നെ ഇത് വെച്ചിട്ടുണ്ടോ ഇടയ്ക്ക് കാറ്റൊക്കെ കിട്ടാനായിട്ട് കേട്ടോ. ഭയങ്കര ചൂട് കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, ഭയങ്കര ചൂടായിരിക്കും. ആ സമയം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ചൂട് ഏൽക്കാതിരിക്കാൻ വേണ്ടി കാറ്റടിക്കാനുള്ള ഹോളാണ് അത് ഞങ്ങൾ പ്രത്യേകം ഇട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഉണ്ടാകാമെന്നാണ് തെറ്റിദ്ധരിച്ച് പാത്രത്തൊക്കെ. എന്റെ ബുദ്ധിയിൽ, എന്റെ കഴിവിൽ, എന്റെ ആയാസത്തിൽ ഞാൻ ഉണ്ടാക്കി. നിങ്ങൾ അലവടി പാത്രമൊക്കെ അടുക്കി വെക്കാനുള്ള സ്ഥലം കണ്ടില്ലേ, ഇതാണ് സുധി ചേച്ചിൻ്റെ
വീട് എന്ന് പറയാൻ പറ്റൂല, ഷെഡ്. ഈ ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ ഈ 1-2 സെന്റ് സ്ഥലത്ത് കിടക്കുന്ന ഷെഡാണെങ്കിലും അത് വേറെ ആളുടെ പേരിലുള്ളതാണ്. അതായത് ഈ സുധിച്ചേത്തിനെ കുടുംബത്തിലുള്ള വേറെ ആരോ പേരിലുള്ള ഷെഡും സ്ഥലമൊക്കെയാണ് കിടക്കുന്നത്. എന്നിട്ട് അതിലാണ് ഈ താമസിക്കുന്നത്. അപ്പോൾ ഈ വീടും പരിസരവും അതൊക്കെ കണ്ടതിന് ശേഷം കുറേ ആൾക്കാർ എന്ത് ചെയ്തിരിക്കണു, ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിലും പേഴ്സണലൊക്കെ ആയിട്ട് ഈ സുധിച്ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം, സ്ഥലവും വീടും കാര്യങ്ങളും വീട് വെക്കാനുള്ള അതിനൊക്കെ ഒരു സഹായം പോലെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിരിക്കണു, ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണു. ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു ചില ആൾക്കാർ രക്ഷപ്പെടാൻ, അതായത് എനിക്കെന്തായാലും കിട്ടൂലെങ്കിൽ അവളത് രക്ഷപ്പെടരുത്, അല്ലെങ്കിൽ അവൾക്കത് കിട്ടരുത്, ഞാൻ എന്തായാലും നന്നായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അതുകൊണ്ട് അവളത് നന്നാകരുത്, അല്ലെങ്കിൽ അവനും അതുകൊണ്ട് നന്നാകരുത് എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ കൂടി, എല്ലാ നാട്ടിൽ കൂടിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സുധിച്ചേച്ചിൻ്റെ കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ട്. അതേപോലെ ആൾക്കാർ മീൻസ് അയൽക്കാരാണോ, നീ കുറച്ച് വിട്ടിട്ടുള്ളവരാണോ, പരിചയക്കാരോ ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ. സ്വന്തം നാട്ടിലത്തോരും ഉണ്ടാവും, അല്ലാതെ നാട് വിട്ടിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ടാവും. അതിൽ പെട്ട കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇതിൽ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ആയിട്ട്, അതായത് ഇവരെ ഈ വീഡിയോ ഇട്ടതിന് ശേഷമൊക്കെ ഇതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകളൊക്കെ വന്നിക്കണം. അതായത് ആ സുധിച്ചേച്ചിക്ക് വേറെ ഭാഗത്ത് കുറച്ച് സ്ഥലം വീടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് ആൾക്കാരെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ സുധിച്ചേച്ചിനെ സഹായിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാരില്ല, കുറച്ച് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിക്കണു, നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിക്കണു. പക്ഷെ അതിൽ ചില ആൾക്കാർ എന്ത് ചെയ്തിക്കണ്, ഇങ്ങനെ എന്താണ് അങ്ങനെ ചെയ്യരുത്, ആളെ നമ്മളെ സുധിച്ചേച്ചി നമ്മളെ പറ്റിക്കുകയാണ്, പറ്റിക്കുകയാണ് എന്നൊക്കെ. എന്തിൻ്റെ കുത്തിക്കഴപ്പാണ് ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക്? അതും ചിലപ്പോൾ ഓലൊക്കെ ഈ ഇടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ നിന്നാണ് ഓല എന്ത് ചെയ്യണം, ഈ മെസ്സേജ് അയക്കണം. അപ്പോൾക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ സമയത്ത് എന്ത് ചെയ്യും, പുതിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടൊരു മെസ്സേജ് അയക്കുക. ഓല പേരിൽ സ്വന്തം പേരിലുള്ള ഐഡിയയിലൊക്കെ വേറൊരു ഐഡിയയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഫേക്കായിട്ടൊരു ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, നെഗറ്റീവ് കമൻറ്റ് പോലെ ആൾക്കാരെ അടിയിങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ വെച്ചിട്ടാ, ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ 1-2 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിക്കും ആൾക്കാർ. അപ്പോൾ എന്തായി, ആ ചേച്ചിക്ക് കിട്ടുന്ന സഹായങ്ങളും ഒന്നും ഇല്ലാതെ ആകും. അതാണ് അവരുടെ ലക്ഷ്യം. അതായത് ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യം എന്താണ്, നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും, പിന്തിരിയുമല്ലോ. ആ പിന്തിരിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത്. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കെന്തായാലും അങ്ങനെ കിട്ടണില്ലല്ലോ, അങ്ങനെ അവൾക്കും കിട്ടരുത്, അതുകൊണ്ട് അവൾ നന്നാകരുത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളെ പരിസരത്ത് കൂടി, നമ്മളെ ചുറ്റുവട്ടത്ത് കൂടി. നമ്മളെ ചിലപ്പോൾ തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ നമ്മൾ ചിരിച്ചും കൊണ്ടൊക്കെ നമ്മൾ മുമ്പിൽ സംസാരിക്കേണ്ടത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, അവൻ നന്നാകുമോ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നന്നായിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആവില്ല എന്നുള്ളൊരു ഈഗോ, മനസ്സിൻ്റെ ഉള്ളിലൊരു കുറ്റി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ ചില ആൾക്കാർ. അങ്ങനെ ഇപ്പോൾ സുധിച്ചേച്ചിൻ്റെ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം സുധിച്ചേച്ചിനെ ഒരുപാട് ആൾക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ നല്ല മനസ്സ്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് സുധിച്ചേച്ചിക്ക് നല്ലൊരു വീടും സൗകര്യങ്ങളൊക്കെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കമൻറ്റ് ചെയ്യണവരൊക്കെ അങ്ങനെ കമൻറ്റ് ചെയ്യട്ടെ, അവരെ ഒരു മനസ്സുഖം അവർക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടട്ടെ. എന്തായാലും നമ്മളെത്ര പറഞ്ഞാലും ഈ കമൻറ്റ് ചെയ്യണവർ അത് ചെയ്യാതിരിക്കൂല, അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെന്ത് ചെയ്യും, നമുക്ക് ഈ പറയാനുള്ളത് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ചെയ്യും. അപ്പോൾ